ഇതിനകത്ത് ഇപ്പൊ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ആക്ടറിന്റെ ഒരു ലൈഫിലെ ഇതുവരെ അഭിനയിച്ച സിനിമകളിലെല്ലാം ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ നരിവേട്ട എന്ന് പറയുന്നത്. ഹായ്, എൻ്റെ പേര് സുമേഷ് എന്നാണ്. സോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. സോ ഞാൻ എല്ലാ കാര്യത്തിലും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ആരെയും വേദനിപ്പിക്കാതെ എനിക്ക് എന്താണോ പറയാനുള്ളത് അത് പറയുക എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന അഭിപ്രായങ്ങളോട് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ എനിക്കൊരു നല്ലൊരു കണ്ടന്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇതുവരെ ഒരു നല്ല കണ്ടന്റ് എനിക്ക് കിട്ടാത്തതിന്റെ പേരിലാണ് ഇതുവരെ ഞാനൊരു വീഡിയോ പോലും ഇടാതിരുന്നത്. ആഗ്രഹിച്ചതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു കണ്ടന്റിൽ തന്നെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരു നല്ലൊരു കണ്ടന്റ് കിട്ടിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു നല്ല സിനിമ കണ്ടു. എന്ന് പറയുമ്പോൾ ടൊവിനോ തോമസ് നായകനായ നരിവേട്ട എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഇന്ന് കാണാനിടയുണ്ടായി. എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് നരിവേട്ട. കാര്യം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആദിവാസിയായിട്ടുള്ള ആളുകൾക്കെതിരെയൊക്കെ അക്രമങ്ങളും അതിനെതിരെയുള്ള പ്രതിഷേധവും ഒക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സോ നരിവേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2003 മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കി ഇറക്കിയ ഒരു സിനിമയാണ്. ഇതിനകത്ത് ഇപ്പൊ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ആക്ടറിന്റെ ഒരു ലൈഫിലെ ഇതുവരെ അഭിനയിച്ച സിനിമകളിലെല്ലാം ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ നരിവേട്ട എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സുരാജേട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സുരാജേട്ടന്റെ ഓരോ സിനിമകളിലും അദ്ദേഹം കഥാപാത്രമായിട്ട് അഭിനയിക്കുകയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാര്യം അദ്ദേഹം ഏത് കഥാപാത്രത്തെ കിട്ടിയാലും അദ്ദേഹം ജീവിച്ചാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഈ സിനിമയിൽ കാണുന്നതും അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് ഉള്ള കുറച്ച് റോള് അത് അടിപൊളിയായിട്ട് അഭിനയിച്ച് കാണിച്ചിരിക്കുകയാണ്. ടൊവിനോ തോമസും സുരാജ് വെഞ്ഞാറമൂടും ചേരനും ഒക്കെ നല്ല രീതിയിൽ അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയാണ്. പഴകും തോറും വീര്യം കൂടും എന്ന് പറയുന്നത് പോലെയാണ് ടൊവിനോ തോമസ് ഓരോ സിനിമകളിലും വരുമ്പോഴും അദ്ദേഹത്തിന്റെ അഭിനയം കുറച്ചും കൂടി വളരെ നല്ല രീതിയിലായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അദ്ദേഹം അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ തമിഴിലുള്ള ആക്ടറായിട്ടുള്ള ചേരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹവും വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. ജെയ്ക്സ് ബിജോയ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ സിനിമേനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സിനിമേനെ കൊണ്ടുപോകുന്നത് ആ മ്യൂസിക്കാണ്. കാര്യം നമ്മൾ ആ സിനിമ മെയിനായിട്ട് സിനിമയിൽ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ ഫുള്ള് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള മൊമെന്റ്സ് ഒരുപാടുണ്ട്. നമുക്ക് ഒരിക്കലും അതൊരു സിനിമ കാണുകയാണ് എന്നുള്ളൊരു ഫീല് വരത്തില്ല. നമ്മുടെ മുന്നിൽ ഒരു സംഭവം നടക്കുന്നു. സോ ആ ഒരു റിയലിസ്റ്റിക് ഫീലിൽ തന്നെയാണ് ആ സിനിമ ഫുള്ള് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിനെ അതേ ഫീലിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ജെയ്ക്സ് ബിജോയ് നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും ആൻഡ് ഓൾസോ ക്യാമറമാൻ നല്ല രീതിയിൽ തന്നെ നല്ല വിഷ്വൽസ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. സോ ക്യാമറമാനും ഒരു വലിയ സല്യൂട്ട് തന്നെ കൊടുക്കണം. ബിക്കോസ് അത്രയും നല്ല രീതിയിൽ തന്നെ ആ സിനിമ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ അസാധ്യമായിട്ട് റിയലിസ്റ്റിക് കണ്ടന്റുകൾ കൊണ്ട് സിനിമയെ നിറച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. സോ ഡയറക്ഷൻ അനുരാജ് മനോഹർ എന്ന് പറയുന്ന ഡയറക്ടർ നല്ല അടിപൊളിയായിട്ട് സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, അത് മിസ് ചെയ്യരുത്. കാര്യം മ്യൂസിക്കും ഇതേപോലെയുള്ള റിയലിസ്റ്റിക് മൊമെന്റ്സും എല്ലാം തിയേറ്ററിൽ കാണാൻ വളരെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ഒരു സിനിമയാണ് നരിവേട്ട എന്നുള്ളത്. മസ്റ്റ് വാച്ച് ആയിട്ട് ഞാൻ പറയുന്ന ഒരു സിനിമയാണ്. സോ എല്ലാവരും ഇത് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്നുള്ളത് ഈ കമന്റിൽ അറിയിക്കാവുന്നതാണ്.